ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് വിനോദ് ബാബു, വി ഫോക്ക് ബാൻഡ് പാലോട്. ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മുടെ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയൻ്റെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ അതിൻ്റെ മണിക്കൂറുകൾക്ക് ശേഷം ആളെ പിടിക്കുകയും ഇതെന്തോ ഒരു നാടകം കളിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്കും കുറച്ച് ഇപ്പോൾ നമ്മൾ എതിർ പൊട്ടന്മാർക്കും അറിയാൻ പറ്റുമോ ഈ ഒരു കളിയുടെ ഇതൊക്കെ എന്താണെന്ന്, ഒരു കള്ളനും പോലീസും കളിയാണോ എന്നൊക്കെ ഉള്ളതൊരു സംഭവമാണ്. തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാം. പക്ഷേ എങ്കിലും എന്താണ് അവിടെ നടന്നത്? കാരണം ആൾ വെയിറ്റ് കുറയ്ക്കണു, ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി ആക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. ജയിലിൽ ഭയങ്കര ട്രെയിനിങ്ങുകൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്തോ ഒരു നാടകം കളിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആൾക്ക് അത്രയും ഹൈറ്റുള്ളൊരു മതിലിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ എന്തായാലും കാലോ കയ്യോ ഒടിയാതിരിക്കില്ല. കാരണം ആൾ ഒന്നേക്കാ കയ്യുള്ള ഒരാൾ. അപ്പോൾ ഇപ്പോൾ പല ആളുകളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് അതിനുള്ള കരുത്തുണ്ട്, ഇതിനുള്ള കരുത്തുണ്ട്. എത്ര കരുത്തുള്ളൊരു മനുഷ്യനാണെങ്കിലും അത്രയും ഹൈറ്റിൽ നിൽക്കുന്നൊരു മതിലിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ ചാടിക്കഴിഞ്ഞാൽ കാലോ കയ്യോ ഒടിയും. പിന്നെ അതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ വേണം. പക്ഷേ എങ്കിൽ പോലും ആൾക്ക് അവിടെ കയറാനൊരു ഡ്രമ്മ് വെക്കുന്നു. അതുപോലെ തന്നെ ആൾക്ക് കയറി മറിയാൻ മതിലും അതിന് കൂടാതെ ആ വെയിൽ കമ്പികളൊക്കെ കെട്ടിയ ഒരു സംഭവമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. പക്ഷെ അതൊക്കെ മറി കിടന്നിട്ട് ഒരു മുറിയോ കല പോലും ആളെ ശരീരത്തിൽ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെന്തോ അതിൻ്റെ ഉള്ളിലൊരു നാടകം കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത്രയും മുകളിൽ നിന്ന് അയാൾ 2 മുണ്ടൊക്കെ കെട്ടി തൂക്കി മതിലിന് താഴേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ മതിലിന് താഴെ എങ്ങനെ ഏതൊരു കുട്ടി ആ മതിലിൽ നിന്ന് വരികയാണെങ്കിലും ആ മതിലിൽ ചവിട്ടിയ ഒരു അടയാളോ അതല്ലെങ്കിൽ ആ പുല്ലുകളൊന്ന് മാറി അങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് നഖത്തിൻ്റെ ഒരു സംഭവങ്ങളെങ്കിലും എന്തായാലും ആ മതിലുണ്ടാവും. പക്ഷെ ഇത് അതുപോലും ഇല്ല. അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ അവിടെ നടന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്തോ ഒരു സംഭവം നമ്മളിതൊന്നും അറിയില്ല. പക്ഷേ നമുക്കിത് ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു അവകാശം ഉള്ളത് കൊണ്ട് സംസാരിക്കണം. അല്ല അപ്പോൾ ഞാൻ ആരുമല്ല, നമുക്ക് ഇങ്ങനെ ചാനലുണ്ട്. അപ്പോൾ ചാനലിൽ കൂടെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ, കാരണം നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഇതെന്താണോ ഏതാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിങ്ങനെയൊക്കെ നടന്നത്. ആളെ ജയിൽ ചാടുന്നു, ജയിൽ ചാടിയതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ആളെ പിടിക്കുന്നു. ഇതെന്തോ ഒരു കള്ളനും പോലീസും കളിയാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്നു, ആളെ പിടിക്കുന്നു, ആൾ പുറത്ത് പോകുന്നു, ആളെ പിടിക്കുന്നു. എന്തോ ഒരു നാടകം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്തായാലും ആളെ മറ്റൊരു ജയിലിലേക്ക് മാറ്റി, ആളെ പിടിക്കപ്പെട്ടു. ആളെന്ന് പിന്നെ ആളെ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ എത്തിത്തീർന്നൊരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അച്ഛൻ പട്ടാളക്കാരനായിരുന്നു, നല്ല ജോലിയില്ല, നല്ല സാമ്പത്തികമുള്ളൊരു കുടുംബക്കായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിരുന്നു. ആളെ അച്ഛൻ്റെ മദ്യപാനം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാരണം ആളിങ്ങനെ ആയിപ്പോയതാണ്. ചെറിയ കളവുകൾ നടത്തി, അതിനുശേഷം ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ നടത്തി തുടങ്ങി. ഇപ്പോൾ ആളെക്കുറിച്ചിട്ട് കുറേ ഡോക്ടർമാർ പറയുന്നുണ്ട് ആൾക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ട് എന്നൊക്കെ പല കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആളെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട. പക്ഷേ എനിക്കെന്താ വെച്ചാൽ നമ്മൾ ആ മതിൽ ചാടി വരുന്ന ഒരു സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ആലോചിച്ചിട്ട് നിങ്ങളൊരു തീരുമാനത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ നമുക്കൊന്നും അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.